ഇന്നത്തെ വിഷയം ഉണ്ണിമുകുന്ദൻ. മാർക്കോ. മാർക്കോ നമുക്കറിയാം, വേറെ ലെവലിൽ പോയി ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ടിട്ട് ബോളിവുഡിൽ നമുക്ക് മലയാള ഇൻഡസ്ട്രിക്ക് ഇത്ര കാലവും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രി ആയ ബോളിവുഡിനെ വരെ പിടിച്ച് കുലുക്കി മാർക്കോ വമ്പൻ മുന്നേറ്റം. ഉണ്ണിമുകുന്ദൻ എന്താ പറയാ, ഓൾറെഡി ഉണ്ണിമുകുന്ദൻ സൂപ്പർ സ്റ്റാർ ആയി. നിങ്ങൾക്ക് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറയാം, ഞാൻ എന്റെ ചാനലിൽ തന്നെ മാർക്കോ എന്ന സിനിമ ഇറങ്ങേണ്ട തലേ ദിവസം ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. ഓക്കെ. അപ്പം ഇന്ന് പക്ഷേ സംസാരിക്കാൻ പോകുന്നത് പല 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 ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. ആരാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ, ഇന്ന ആളാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ, ഉണ്ണിമുകുന്ദൻ രണ്ടാമത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്, അപ്പൊ ഒന്നാമത്തെ ആൾ എനിക്ക് അതിൽ അറിയില്ല. സോ എന്തായാലും ഞാൻ അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിലെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് ഉണ്ണിമുകുന്ദനാണ്. അത് ഞാൻ പറയാനുള്ള കാരണങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് സംസാരിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞ ടേം? സത്യത്തിൽ ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ള ആ ഒരു വേർഡിന്റെ മീനിങ് ഒന്നല്ല നമ്മൾ ഓഡിയൻസ് പാൻ ഇന്ത്യൻ ആക്ടേഴ്സിനൊക്കെ കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി ആ മീനിങ് ഒന്നല്ല. എന്നാൽ പോലും നമ്മൾക്ക് പറയാവുന്ന പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആണ് ബാഹുബലി ചെയ്ത പ്രഭാസും KGF-ലെ യാഷും. അവർ രണ്ടുപേരുമാണ് ആദ്യം അല്ലെങ്കിൽ ഇപ്പോഴും ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർസ് ആയിട്ട് നമ്മളെ ഓഡിയൻസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ വലിയ സ്റ്റാർസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റിനെ, ആ ഒരു രീതിയാണ് നമ്മൾ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയാറ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആക്ടറാണ് ലാലേട്ടൻ. ഏറ്റവും വലിയ അഭിനയിക്കാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്ടറായിട്ട് ലാലേട്ടൻ ഞാൻ കാണുന്നത്. പക്ഷേ ലാലേട്ടൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല എന്ന് ഞാൻ പറയും. കാരണം അതെനിക്ക് സങ്കടത്തോടെ പറയേണ്ട കാര്യമാണ്. നമ്മൾ ലോകത്തിലെ ഇന്ത്യത്തിന് ഏറ്റവും വലിയ ആക്ടറെ നമ്മൾ ഇന്ത്യയിൽ അറിയാത്ത പല പേരുണ്ട്, അല്ലെ? അതൊക്കെ നമുക്ക് മാറ്റി വെക്കാം എന്തായാലും. പക്ഷെ ഞാനിവിടെ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ ആക്ടർ എന്തുകൊണ്ടാണ് പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് ഞാൻ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്ന് രണ്ടാമത്തെ ഒന്നുമല്ല, ആദ്യത്തെ. അപ്പം ഇപ്പൊ ആദ്യത്തെ രണ്ടാമത്തെ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് കുറെ ആരാധകര് ദുൽഖറിനായിരിക്കാം ചാൻസ്. എനിക്കൊന്ന് ദുൽഖറിനെയാണ് നമ്മളൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ കാണുന്നത്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ, ഇപ്പം ഇവൻ ഫഹദ് ഫാസില്, ഇവരൊക്കെ നമ്മൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തില് നമ്മൾ അതൊരു ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കാം. ദുൽഖർ എന്ന് പറഞ്ഞ ആക്ടർ മലയാളത്തിൽ മൂവി ചെയ്യുന്നു, തമിഴിൽ ചെയ്യുന്നുണ്ട്, ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട്, തെലുങ്ക്, എല്ലാ ലാംഗ്വേജിലും അവിടുത്തെ ലാംഗ്വേജിൽ പോയിട്ട് മൂവി ചെയ്യുന്നു. നമ്മുടെ മലയാളത്തിൽ ചെയ്യുന്നത് അങ്ങോട്ടൊക്കെ ഡബ് ചെയ്യുന്നു, ഒക്കെ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ വിളിക്കാം. പക്ഷെ ഉണ്ണിമുകുന്ദനെ പോലത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല ഒരിക്കൽ ദുൽഖർ. ഞാൻ പറയുന്ന ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ ഞാൻ കമ്പയർ ചെയ്യുന്നത് പ്രഭാസിനെയും യശിനെയാണ്. ഓക്കെ, അവരാണ്. ബാക്കിയുള്ള ഇപ്പം ദുൽഖർ ചെയ്ത പോലെയും മറ്റേതുപോലെയൊക്കെ നമ്മൾ പല ഇൻഡസ്ട്രിയിലും പല തവണ പല കാലങ്ങളായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ അഫ്കോഴ്സ് ദുൽഖർ ഒരു വലിയ സ്റ്റാർ തന്നെയാണ്, ഇന്ത്യ അറിയപ്പെടുന്ന സ്റ്റാറാണ് സംബന്ധിച്ച്. ഇന്ത്യയിൽ എല്ലാ ലാംഗ്വേജിലും മൂവ് ചെയ്യുന്നതാണ്. പക്ഷെ അതുപോലെ ഇനി ഫഹദ് ഫാസിൽ ഇപ്പൊ ആവേശം ഇറങ്ങിയോട് ഫഹദ് ഫാസിൽ നമ്മൾ പാൻ ഇന്ത്യൻ ആക്ടർ എന്ന് പറയുന്നു. പക്ഷെ ഉണ്ണിമുകുന്ദനെ പോലത്തെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ അല്ല ഫഹദ് ഫാസിൽ. ഇനിയിപ്പോ വേറെ ആരും നമുക്ക് പറയില്ലേ, നിവിൻ പോളിനെ എടുക്കാം. തമിഴിൽ കുറച്ച് ഫാൻസ് ഉണ്ട്, ഇന്ത്യയിലൊന്നും ഇല്ല. സോ അപ്പൊ അങ്ങോട്ട് അങ്ങനെ അവിടേക്ക് എടുക്കണ്ട. പക്ഷെ ഉണ്ണിമുകുന്ദന്റെ കാര്യത്തിൽ ഉണ്ണിമുകുന്ദൻ എന്തുകൊണ്ടാണ് ഞാൻ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പം യശ് വന്ന പോലെ, കാരണം യശ് എന്ന് പറഞ്ഞ ആള് അല്ലെങ്കിൽ ബാഹുബലി ചെയ്തിട്ട് പ്രഭാസ് വന്നത്, അവരൊക്കെ ആ ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഒരു വലിയ സിനിമ ചെയ്തിട്ട് അത് ബാക്കിയുള്ള ലാംഗ്വേജിൽ പോയി ഇന്ത്യ മുഴുവൻ ഭയങ്കരമായിട്ട് കൊണ്ടാടിയിട്ട് അവരൊരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയത്. ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളതിൽ പാൻ ഇന്ത്യൻ സ്റ്റാർ. സോ അത് ഇപ്പം ചെയ്തിരിക്കുന്ന സത്യത്തിൽ മാർക്കോല് ഉണ്ണിമുകുന്ദനാണ്. മാർക്കോ എന്ന് പറഞ്ഞ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ട് അതും എല്ലാ ലാംഗ്വേജിലെയും പോയിട്ട്, എസ്പെഷ്യലി ബോളിവുഡിനെ, കാരണം ബോളിവുഡിനെ നമുക്ക് കയ്യെത്തി പിടിക്കാൻ പറ്റാത്ത ഇപ്പൊ പോലും. ഇപ്പൊ നമ്മള് മഞ്ഞുമൽ ബോയ്സ് പറയുന്നുണ്ടെങ്കിലും അത് തമിഴിലായിരുന്നു, ഭയങ്കര ഹിറ്റായത് തമിഴ് ഇൻഡസ്ട്രിയിലായിരുന്നു. ഈ പ്രേമല് പറയുമ്പോൾ തെലുങ്കിലാണ് ആ പ്രേമല് ഭയങ്കര സക്സസും ഭയങ്കര കാര്യങ്ങളായത്. ഇൻ ദ സെൻസ് ഞാൻ പറഞ്ഞത് അതർ ദാൻ കേരള. അപ്പൊ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയാണ് ബോളിവുഡ് പോലത്തെ ഒരു വലിയ ഇൻഡസ്ട്രീനെ, ബോളിവുഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഇൻഡസ്ട്രി ആയിട്ട് നിൽക്കുന്ന ബോളിവുഡിനെ മാർക്കോ ആണ് ഒന്ന് പിടിച്ചു പിടിക്കുന്നത്. ബേബി ജോൺ പോലത്തെ വരുൺ ധവാന്റെ മൂവിനെ പോലും റീപ്ലേസ് ചെയ്തുകൊണ്ട് മാർക്കോ അവിടുത്തെ തിയേറ്ററിൽ കളിക്കുകയാണ് ഇപ്പം. സോ അതൊരു ഫാക്ടറാണ്. ബോളിവുഡ് എന്ന് പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഓളം ഉണ്ടാക്കി എന്നുള്ളത് ഒരു ഫാക്ടറാണ്. അതേപോലെ തന്നെ മലയാളത്തിൽ നിന്നൊരു സിനിമ ചെയ്തിട്ട് ഈ ഒരു സൂപ്പർ സ്റ്റാർഡം ലെവല്, ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് നിങ്ങൾ എടുക്കാം. മഞ്ഞുമൽ ബോയ്സ് ഭയങ്കര ഹിറ്റാണ് ഇവിടെ തമിഴ്നാട്ടില്. പക്ഷെ അതിൽ അഭിനയിച്ച സൗബിനോ അവരൊന്നല്ല അവിടെ ഹിറ്റായത്. അവിടെ ഹിറ്റ് ആ സിനിമയാണ്. ഇപ്പൊ പ്രേമലുവിലെ ആക്ടർ നസ്ലിനോ അല്ലെങ്കിൽ അവരൊന്നല്ല അവിടെ ഹിറ്റ് ആ സബ്ജക്റ്റും ആ മൂവിയാണ്. സോ ഇതാണ് ഡിഫറൻസ് ഞാൻ പറയുന്നത്. ഇപ്പം ദുൽഖറിന്റെ ഏതെങ്കിലും ഒരു സിനിമ മലയാളത്തിൽ നിന്ന് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു, ഇപ്പൊ കുറുപ്പാണെങ്കിലും കൊത്തയാണെങ്കിലും നമ്മൾ കണ്ടതാണ്. കൊത്തനെ പറ്റി നമ്മൾ ഓർമ്മിക്കാൻ തന്നെ നല്ലത്. പാൻ ഇന്ത്യൻ സ്റ്റാറിന് നമ്മൾ
കണ്ട് ശീലിച്ചത് ഈ പ്രഭാസ്, യാഷ് പോലുള്ള ആക്ടേഴ്സ്. അവർ ചെയ്തത് എന്താ, അവരുടെ ലാംഗ്വേജിൽ മൂവി ചെയ്തിട്ട് പിന്നെ അത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന വലിയ സ്റ്റാറായി. അങ്ങനെ സ്റ്റാറായ ഒരാൾ മലയാളത്തിൽ നിന്ന് ഒരൊറ്റ ആളുള്ളൂ, അത് ഉണ്ണിമുകുന്ദനാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഉണ്ണിമുകുന്ദനെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കാനുള്ള കാരണം. നമ്മൾ വെറുതെ എന്താ പറയാ, ഈ 2ാം സ്ഥാനം അദ്ദേഹത്തിന് അല്ലെങ്കിൽ 3ാം സ്ഥാനമാണ് ഇത്, ഇവരൊക്കെ പാൻ ഇന്ത്യൻ സ്റ്റാർ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഒരു സിനാരി വെച്ച് നോക്കുമ്പോൾ റിയൽ ആയിട്ട്, കാരണം അദ്ദേഹത്തിന് ബോളിവുഡിലൊക്കെ ഉള്ള ഇന്റർവ്യൂസ് കാണുമ്പോൾ ഭയങ്കര, കാരണം എന്ത് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, എന്ത് നന്നായിട്ടാണ് ഹിന്ദി സംസാരിക്കുന്നത്, എത്ര ഫ്ലുവന്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കുന്നത്. ഗുജറാത്തിൽ പോലും നന്നായിട്ടാണ് ഗുജറാത്തി സംസാരിക്കുന്നത്, കാരണം അദ്ദേഹം അവിടെയായിരുന്നു ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഒക്കെ. എന്തായാലും സോ ഈ പറഞ്ഞതൊന്നും അതിന്റെ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ പോലും എനിക്കത് ഒരു പ്ലസ് ആയിട്ട് തോന്നുന്നു. ഉണ്ണിമുകുന്ദൻ എന്ന ആക്ടർക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ ഹിന്ദി ഡബ്ഡ് വേർഷന് മലയാളത്തിനെക്കാട്ടും ഗംഭീര സൗണ്ട് മോഡുലേഷൻ ഒക്കെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. സോ അദ്ദേഹത്തിന് അതിനുള്ള ഒരു കാലിബർ ഉണ്ട്, അദ്ദേഹത്തിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾ എന്റെ വീഡിയോ എത്രയോട് കണ്ടെന്ന് അറിയില്ല, ഞാൻ സിനിമ ഇറങ്ങുന്ന തലേന്ന് ചെയ്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞത് ഉണ്ണിമുകുന്ദനാണ് നെക്സ്റ്റ് പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ എന്ന്. സോ അത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കാരണം അതിന് ഞാൻ പറഞ്ഞ റീസൺ ഇതാണ്, അദ്ദേഹത്തിന്റെ ലുക്കും അദ്ദേഹത്തിന്റെ ഫിസിക്കും അദ്ദേഹത്തിന്റെ ഒരു അപ്പിയറൻസും വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ യഷിനും ആരെടുത്താലും നമുക്ക് അതൊരു ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. ഒരു ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന സ്റ്റാർ ഒക്കെ ആണെങ്കിൽ അതായത് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ലുക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര ആക്ടിങ്ങിനും കാര്യത്തിനൊക്കെ എങ്ങനെ വെച്ച് പറഞ്ഞാലും അതിൽ ഈ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഒരു ലെവൽ, ആ ഒരു സ്റ്റാർട്ടത്തിലേക്ക് വരണമെങ്കിൽ നമുക്ക് ലുക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ ഉള്ള ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ആളായിരുന്നു ഉണ്ണിമുകുന്ദൻ. എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള റൈറ്റ് ടൈമിൽ റൈറ്റ് മൂവി വന്നിട്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള മൂവി, കാരണം ആക്ഷൻ ചെയ്യാനുള്ള കഴിവ്. ഈ ഒരു ആക്ഷൻ മൂവിക്കുള്ള പ്രത്യേകത എന്താ വെച്ചാൽ ആക്ഷൻ ആണ് ഏത് ലാംഗ്വേജിൽ എപ്പോഴും വേഗം കണക്ട്. അപ്പോൾ നമ്മുടെ ഒരു മലയാളത്തിൽ ഒരു കോമഡി മൂവി എടുത്തിട്ട് ഒരു ബോളിവുഡിൽ അല്ലെങ്കിൽ വേറെ എവിടെയും പോയിട്ട് അത് റിലേറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി വേറെ ഏതെങ്കിലും ജോണറാണ്. പക്ഷെ ആക്ഷൻ അങ്ങനെ ഒരു പ്രശ്നമില്ല. ആക്ഷൻ എന്ന് പറഞ്ഞ ജോണർ, ആ ആക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥ ആ സിനിമയിൽ ഉണ്ടെങ്കിൽ അത് ആർക്കും വേറെ റിലേറ്റ് ആവും. അതാണ് ആക്ഷൻ സിനിമയ്ക്കുള്ള പ്രത്യേകത. ആക്ഷൻ സിനിമയാണ് എപ്പോഴും പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മൾ വന്ന സിനിമകളൊക്കെ ആക്ഷൻ സിനിമകളാണ്. അതിനുള്ള റീസണും അതാണ്. സോ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒന്നും കൂടി പറയാണ്, മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ അത് ഉണ്ണിമുകുന്ദനാണ്. ഞാൻ പറഞ്ഞ കാരണങ്ങൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ, വേറൊരു ആക്ടർക്കും സാധിക്കാതെ മലയാളത്തിൽ നിന്നൊരു സിനിമ എടുത്തിട്ട് ഈ ബോളിവുഡ് വരെയുള്ള സിനിമ അവിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ട് അതായത് ഒരു മെയിൻ ലീഡ് ക്യാരക്ടർ അദ്ദേഹത്തിന്റെ പേരിൽ ആ സിനിമയിൽ അദ്ദേഹമാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ മഞ്ഞുൾ ബോയ്സ് പോലെ, പ്രേമലു പോലെ ഒന്നും ആ സിനിമയോ ആ കാര്യങ്ങളോ അല്ല. ഉണ്ണിമുകുന്ദൻ എന്ന് പറഞ്ഞ സ്റ്റാർ ആണ് എല്ലാ ലാംഗ്വേജിലും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. മാർക്കോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ KGF ക്യാരക്ടറും ബാഹുലിയൊക്കെ പോലെ തന്നെ. സോ ഇതുകൊണ്ടൊക്കെ തന്നെ മലയാളത്തിൽ നിന്ന് ഇങ്ങനെ റീച്ചായ ആദ്യത്തെ ഒരു ആക്ടർ അത് ഉണ്ണിമുകുന്ദനാണെന്ന് ഞാനിവിടെ പറയാണ്. ഉള്ളവരും എന്താ പറയാ സെയിം അഭിപ്രായമുള്ളവരൊക്കെ കമന്റ് ആയിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും. സോ എന്തായാലും അടുത്ത വീഡിയോ കാണാം.